നിലം തൊടില്ലെന്ന് ബി.ജെ.പി വിലയിരുത്തൽ. വൻതോതിൽ ആളും അർത്ഥവും ഒഴുക്കി പ്രചാരണം നടത്തിയിട്ടും ഇത്തവണയും കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ ബി.ജെ.പിക്ക് സാധിക്കില്ലെന്ന് പാർട്ടി കോർ കമ്മിറ്റിയുടെ പ്രാഥമിക വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജയസാധ്യത കൽപ്പിച്ചിരിക്കുന്ന മഞ്ചേശ്വരം, നേമം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ വിജയം ഉറപ്പിക്കാനാവില്ലെന്ന തിരിച്ചറിവിലാണ് നേതൃത്വം. പുറമെ 11 സീറ്റുകളിൽ സാധ്യതയുണ്ടെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഉൾപാർട്ടി ചർച്ചകളിൽ കടുത്ത ആശങ്കയാണ് ഉയരുന്നത്. വേനലവധി കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ല. വേനലവധി കാലത്തെ സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. നിയമലംഘനം നടത്തുന്ന വിദ്യാലയങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വി. ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം മാർച്ച് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മെയ് മാസം വരെ കുട്ടികൾക്ക് വേനലവധി അനുവദിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഞ്ചരക്കണ്ടി കോളേജിന് വൻ തിരിച്ചടി. മിച്ചഭൂമി ഇടപാടുകൾ റദ്ദാക്കി. ചട്ടങ്ങൾ ലംഘിച്ച ഭൂമി കൈവശം വെച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ മിച്ചഭൂമി ഇടപാടുകൾ റദ്ദാക്കി. കോളേജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡാണ് നിർണായക ഉത്തരവിട്ടത്. പ്ലാന്റേഷൻ ഭൂമിയിൽ മുൻകൂർ അനുമതിയില്ലാതെ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്നതാണ് പ്രധാന കണ്ടെത്തൽ. ഇത് കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനമാണെന്ന് ബോർഡ് വ്യക്തമാക്കി. 1964 ശേഷമുള്ള എല്ലാ ഭൂമി കൈമാറ്റങ്ങളും റദ്ദാക്കി. അഞ്ചരക്കണ്ടി, പടുവിലായി വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂമി ഇനി സർക്കാർ ഏറ്റെടുക്കും. മണ്ഡല പുനർനിർണയ ബിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ആഘാതമുണ്ടാക്കും. മണ്ഡല പുനർനിർണയം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ധൃതിയിൽ നടത്താൻ ശ്രമിക്കുന്നത് സാധാരണ ഭരണപരിഷ്കാരം എന്ന നിലയിൽ ചുരുക്കിക്കാണാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ശോഭാ സുരേന്ദ്രനോട് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗ സംഘത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ. സോമന്റെ പരാതിയെ തുടർന്നാണ് ശോഭയ്ക്കെതിരായ പാർട്ടി നടപടിയെന്നാണ് സൂചന. വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിൽ ഉൾപ്പെടെ ശോഭയോട് പാർട്ടി നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. പാലക്കാട്ടെ വോട്ടിന് പണം ആരോപണം ശോഭാ സുരേന്ദ്രനെയും പാർട്ടി നേതൃത്വത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ബി.ജെ.പി ജയസാധ്യതയുള്ള തങ്ങളുടെ 1-ാം ക്ലാസ് മണ്ഡലമായി കാണുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു ആരോപണം വന്നതിൽ പാർട്ടി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാണാതായ കാണിപ്പൊന്ന് കണ്ടെത്തി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനിടെ തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്ന് കാണാതായത് ആശങ്ക പടർത്തി. CCTV ദൃശ്യം വിശദമായി പരിശോധിച്ച് പന്തളം പോലീസ് കാണിപ്പൊന്ന് കണ്ടെത്തി. വിഷു കൈനീട്ടമെന്ന് കരുതി ഭക്തർ കാണിപ്പൊന്ന് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് ക്ഷേത്രത്തിൽ നിന്നും കാണിപ്പൊന്ന് കാണാതായത്. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സാമ്രാട്ട് ചൌധരിയോടൊപ്പം വിജയ് ചൌധരിയും വിജേന്ദ്ര യാദവും ഉപമുഖ്യമന്ത്രിമാരായി സ്ഥാനമേറ്റു. ബി.ജെ.പി നേതാക്കളും സഖ്യകക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ബി.ജെ.പിക്ക് ബീഹാറിൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് സാമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രി കസേരയിലെത്തുന്നത്. അതേസമയം ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല. ലഹരിമരുന്നുമായി സോഷ്യൽ മീഡിയ താരം റിൻസി മുന്താസ് വീണ്ടും പോലീസ് പിടിയിലായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് MDMA-യുമായി റിൻസി പിടിയിലായത്. റിൻസിക്കൊപ്പം 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി ആളുകൾ ഒത്തുകൂടിയെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നത്. റെയ്ഡിൽ റിൻസിയുടെ പക്കൽ നിന്നും 3.58 ഗ്രാം MDMA-യാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിലും റിൻസി ലഹരിമരുന്നുമായി പിടിയിലായിരുന്നു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് വർഷങ്ങളുടെ പഴക്കം. വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണ തട്ടിപ്പിന് സമാനമായ ക്രമക്കേടുകൾ മുമ്പും നടന്നിട്ടുണ്ട് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 2012-ൽ തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരത്തിൽ സ്വർണ്ണ പെയിന്റ് അടിച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ ആചാരലംഘനങ്ങളുടെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2011 ഡിസംബറിൽ മണ്ഡലപൂജ കഴിഞ്ഞ് നടയടച്ച സമയത്ത് കൊടിമരത്തിന്റെ ചുവട്ടിലും അഷ്ടദിക്പാലക പ്രതിഷ്ഠകളിലും സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് സ്പ്രേ ചെയ്തു. ഇത് ഗുരുതരമായ ആചാരലംഘനമാണെന്ന് 2013-ൽ അന്നത്തെ വിജിലൻസ് SP CP ഗോപകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു.
നിതിൻ രാജിന്റെ മരണം ഇടപെട്ട് ഗവർണർ. സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് ഗവർണർ നിർദ്ദേശം നൽകി. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനാണ് നിർദ്ദേശം നൽകിയത്. VC ഗവർണറെ സന്ദർശിച്ച വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതിനിടെ സർവകലാശാല അന്വേഷണ സമിതി കോളേജിൽ നാളെ തെളിവെടുപ്പ് നടത്തും. വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും. 2 ദിവസം സമിതി ക്യാമ്പസിൽ തെളിവെടുപ്പ് നടത്തും.